ഹായ് മക്കളെ, അബ്ദുള്ള സാറാണ്. എല്ലാവരും അടിപൊളിയായിട്ട് 7th ക്ലാസ് കംപ്ലീറ്റ് ചെയ്തു. ഇനി 8th നിങ്ങളെല്ലാവരും കടന്നു വരുന്നത്. 8th CBSE സ്വാഭാവികമായിട്ടും കണ്ടന്റ് കുറച്ചും കൂടി റിച്ച് ആണ്, മക്കൾക്ക് എല്ലാവർക്കും അറിയാം. 7th നിങ്ങൾ പഠിച്ച അതേ പാറ്റേണിൽ നിങ്ങൾക്ക് എവിടെ പഠിക്കാൻ പറ്റില്ല, 8th പഠിക്കാൻ പറ്റില്ല. അത് നിങ്ങൾക്ക് അറിയുന്ന ഒരു കാര്യം തന്നെയാണ്. നിങ്ങൾ 1ാം ക്ലാസ്സിൽ പഠിച്ചു 2ാം ക്ലാസ്സിലേക്ക് വരുമ്പോൾ അതിൻ്റെതായിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഫേസ് ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി നമ്മളൊരു പുതിയ ഏരിയയിലേക്ക് കടക്കാണ്. അതായത് കുറച്ചും കൂടി ടോപ്പിക്സ് ഒക്കെ കുറച്ചും കൂടി എക്സ്പാൻഡ് ചെയ്തിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, പഠിക്കാനുള്ളത്. എല്ലാ ടോപ്പിക്കുകളും നോക്കുകയാണെങ്കിലും അത്യാവശ്യം റിച്ച് ആയിട്ടുള്ള കണ്ടന്റ് തന്നെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ മക്കൾ ഇതുവരെ പഠിച്ചിരുന്ന പാറ്റേണിൽ ചെറിയൊരു ചേഞ്ചസ് ആവശ്യമുണ്ട് എന്ന് മക്കൾക്ക് തന്നെ തോന്നിയിട്ടുണ്ടാവും. മേ ബി എക്സാമിനേഷനൊക്കെ ഫേസ് ചെയ്യുന്ന സമയത്തും കുറച്ചും കൂടി മാറ്റങ്ങൾ വേണം, അല്ലെങ്കിൽ കുറച്ചും കൂടി ഈസിയായി പഠിക്കാൻ എന്തെങ്കിലുമൊക്കെ ട്രിക്സോ കാര്യങ്ങളോ ഉണ്ട് എന്നൊക്കെ മക്കൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, അന്വേഷിച്ച് തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ഇതിനൊക്കെ സൊല്യൂഷൻ എന്ന രീതിയിലാണ് നമ്മുടെ യോധ ബാച്ച് വരുന്നത്. അതായത് നമ്മുടെ 8th CBSE മക്കൾക്ക് വേണ്ടി സൈലം അവതരിപ്പിക്കുന്ന ഓൺലൈൻ ട്യൂഷൻ ബാച്ചാണ് യോധ ബാച്ച്. ഈ യോധ ബാച്ച് എന്ന് പറയുമ്പോൾ മക്കൾ വിചാരിക്കുകയാണ്, ഈ ഒരു ബാച്ചിൽ ഞങ്ങൾ അഡ്മിഷൻ എടുക്കുന്നതോടുകൂടി ഞങ്ങൾക്ക് ഈസി ആവുമോ ക്ലാസ്സസ് എന്നുള്ള ഒരു സംശയമുണ്ടെങ്കിൽ യോധ ബാച്ചിൻ്റെ ഫീച്ചേഴ്സ് മക്കൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്താൽ മതി. അപ്പോൾ മക്കൾക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാവും ഈ ഒരു ബാച്ചിൽ അഡ്മിഷൻ എടുത്താൽ നിങ്ങൾക്ക് എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട്, എത്രത്തോളം എഫക്റ്റീവായിട്ട് നിങ്ങളുടെ മാർക്കുകളും കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. നമുക്ക് ഫസ്റ്റ് ഫീച്ചർ നോക്കുകയാണെങ്കിൽ ഡെയിലി ലൈവ് ക്ലാസ്സസ് ഉണ്ടാവും എന്നുള്ളതാണ്. ഡെയിലി ലൈവ് ക്ലാസ്സസും റെക്കോർഡഡ് ക്ലാസ്സസും ഉണ്ടാവും. ഇപ്പോൾ നമ്മുടെ ഒരു ചാപ്റ്റർ നമ്മൾ എടുക്കുകയാണെങ്കിലും, ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ഹിസ്റ്ററിയുടെ കേസ് എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ഈ പറയുന്ന നമ്മുടെ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഇവൻറ്റ്സിനെ കുറിച്ചാണ് ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അവർ പാസ്റ്റ് എന്ന് പറയുന്ന ബുക്കിൽ ഫസ്റ്റ് ചാപ്റ്റർ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഇവൻറ്റ്സിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ചാപ്റ്റർ തന്നെ നമ്മൾ 3 ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യാം, ആപ്പിൽ നമ്മൾ ലൈവിൽ ഡിസ്കസ് ചെയ്യുക. അപ്പോൾ ഓൾമോസ്റ്റ് 1.5 hours ലെങ്ത്തുള്ള 3 ലൈവുകളായിട്ട് ഓൾമോസ്റ്റ് ഒരു 5 hours എടുത്താണ് നമ്മൾ ഒരു ചാപ്റ്റർ എന്ത് ചെയ്യുന്നത്, പഠിച്ചെടുക്കുന്നത്. അപ്പോൾ 5 hours എടുത്ത് ഒരു ചാപ്റ്റർ പഠിച്ചെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മക്കൾ എന്ത് ചെയ്യും, ഇൻട്രാക്ട് ചെയ്യും. ലൈവ് ക്ലാസ്സസ് ആണ്, ഇൻട്രാക്ട് ചെയ്യും. അപ്പോൾ ഇൻട്രാക്ട് ചെയ്യാത്ത രീതിയിൽ ക്ലാസ്സസ് കാണണം, അല്ലെങ്കിൽ ടീച്ചേഴ്സ് പറയുന്ന കോണ്ടന്റ് മാത്രം കാണണം എന്ന് ആഗ്രഹിക്കുന്ന മക്കൾക്ക് റെക്കോർഡഡ് ക്ലാസ്സസും എവിടെ അവൈലബിൾ ആണ്, ആപ്പിൽ അവൈലബിൾ ആണ്. അതായത് ഈ പറയുന്ന എല്ലാ കോൺസെപ്റ്റും വളരെ ക്ലിയറായി പറയുന്ന റെക്കോർഡഡ് ക്ലാസ്സും അവൈലബിൾ ആണ്. അപ്പോൾ ലൈവ് കണ്ട ഒരു കുട്ടിക്ക് വീണ്ടും ലൈവ് കാണുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടി ഈസി ആക്കാൻ എന്തും അവൈലബിൾ ആണ്, റെക്കോർഡഡ് ക്ലാസ്സസും മക്കൾക്ക് അവൈലബിൾ ആണ്. കൂടാതെ DPP സെഷൻ, അതായത് നമ്മളൊരു ക്ലാസ് കഴിയുമ്പോൾ അതിൽ പഠിച്ച കാര്യങ്ങൾ, അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അറിഞ്ഞിരിക്കുക എന്ന് പറയുന്നത് വളരെ ഒരു രസകരമായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്, പഠിക്കാൻ വളരെ ഈസി ആക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അതായത് ഇന്നൊരു ടോപ്പിക്ക് പഠിച്ചു, അപ്പോൾ ആ ടോപ്പിക്കിന് ഏതൊക്കെ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് വരിക, ഏതൊക്കെ കൈൻഡ് ഓഫ് MCQs ആണ് വരിക എന്ന് മനസ്സിലാക്കുമ്പോൾ കുറച്ചും കൂടി എന്ത് ചെയ്യും, ഈസി ആയിട്ട് മക്കൾക്ക് പഠിക്കാൻ പറ്റും, എൻജോയ് ചെയ്ത് പഠിക്കാൻ പറ്റും. അപ്പോൾ ഈ DPP എന്ന് പറയുന്നത് നിങ്ങൾ ഈ പറയുന്ന പോലെ ലൈക്ക് എ ക്യൂസ് പോലെയാണ്. അതായത് നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇതിൽ 5ൽ നിങ്ങൾക്ക് ഇത്രയാണ് ശരി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. അടുത്ത പ്രാവശ്യം ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കും. ഇപ്രാവശ്യം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ നിങ്ങളൊരു കോമ്പറ്റീഷൻ പോലെ എന്ത് ചെയ്യും, അതിൽ ആൻസർ ചെയ്യാൻ നിങ്ങൾ റെഡിയാവും. അപ്പോൾ ഈ DPP അതിനൊരു മറ്റൊരു ഫീച്ചറാണ്. കഴിഞ്ഞിട്ടില്ല, നമ്മൾ ഓരോ ടോപ്പിക്ക് കഴിയുമ്പോഴും ഓരോ ചാപ്റ്റേഴ്സ് കഴിയുമ്പോഴും കൃത്യമായിട്ട് എക്സാമിനേഷൻസ് കണ്ടക്ട് ചെയ്യും. അപ്പോൾ ആ ടോപ്പിക്കിൽ പഠിച്ച് ഏതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടോ അതൊക്കെ എവിടെ ഉണ്ടാവും, എക്സാമിനേഷൻസിൽ ഉണ്ടാവും എന്നുള്ളതാണ്. പിന്നീട് നമ്മൾ പറയുന്ന മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത് ലൈക്ക് മൊഡ്യൂൾ എക്സാമിനേഷനാണ്. ഈ പറയുന്ന ഒരു ചാപ്റ്ററിന് അല്ല, നമ്മൾ ഈ പറഞ്ഞ ഓരോ ടേം കഴിയുമ്പോഴും കൃത്യമായിട്ട് മൊഡ്യൂൾ എക്സാമിനേഷൻസ് നടക്കുന്നുണ്ട്. ഡൗട്ട് ക്ലിയറൻസ് സെഷൻ ഉണ്ട്. അതായത് മക്കൾ ചോദിക്കും, ഞങ്ങൾ ഈ ലൈവ് സെഷനിൽ മാത്രമാണോ ടീച്ചേഴ്സിനോട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റാം? അല്ല മക്കളെ, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് ആസ്ക് ഡൗട്ട്സ് എന്ന് പറയുന്ന ഒരു സെഷൻ കൂടി നമ്മൾ ഈ ഒരു ആപ്പിൽ അവൈലബിൾ ആണ്. അവിടെ മക്കൾ ഏത് ടോപ്പിക്കിലാണോ ഏത് പേജിലാണോ ഡൗട്ട് അത് കൃത്യമായിട്ട് മക്കൾക്ക് ചോദിക്കാനുള്ള അവസരമുണ്ട്. അതായത് കൃത്യമായിട്ട് ആ പേജ് സ്പെസിഫൈ ചെയ്തുകൊണ്ട് മക്കൾക്ക് എന്ത് ചെയ്യാം, ഡൗട്ട് ചോദിക്കാം. അപ്പോൾ കൃത്യമായിട്ടും ആ ഒരു പേജ് മാത്രം ചോദിക്കുന്നതുകൊണ്ട് തന്നെ ആ ഒരു പേജിൻ്റെ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ക്ലിയർ ആവാതെ കിടക്കുന്നത് അത് ക്ലിയർ ചെയ്ത് തരാൻ ടീച്ചേഴ്സിനും വളരെ ഈസി ആയിരിക്കും. വോയിസ് ആയിട്ടും ടെക്സ്റ്റ് ആയിട്ടും ടീച്ചേഴ്സ് എന്ത് ചെയ്യും, അതിന് കൃത്യമായിട്ടുള്ള റീപ്ലേസ് തരും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്രയധികം ഫീച്ചേഴ്സ് ഉള്ള ബാച്ചിന് വളരെയധികം എമൗണ്ട് ഉണ്ടാവും എന്നുള്ളതായിരിക്കും, അല്ലെങ്കിൽ വളരെയധികം ഫീസ് ഉണ്ടോ എന്നുള്ളതായിരിക്കും മക്കളുടെ നെക്സ്റ്റ് ഡൗട്ട്. ഇല്ല മക്കളെ, 3250 രൂപയാണ് ഈ ഒരു ബാച്ചിൻ്റെ ഫീസ് എന്ന് പറയുന്നത്. ഇത് ഒരു മാസത്തേക്കല്ല, ഒരു വർഷത്തേക്കുള്ള ഫീസാണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എത്രയും പെട്ടെന്ന് മക്കൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തുകൊണ്ട് നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പുവരുത്തുക. അപ്പോൾ നമുക്ക് ബാച്ചിൽ കാണാം. ബൈ.